ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫൈനാൻഷ്യൽ ഫ്രീഡത്തെക്കുറിച്ചാണ്. ഒരു ഇൻഡിവിജ്വലിന് ഫൈനാൻഷ്യൽ ഫ്രീഡം പോസിബിൾ ആണോ അല്ലേ എന്നാണ്. നമുക്കൊരു സക്സസ്ഫുൾ ഇൻഡിവിജ്വലിൻ്റെ ജേണി നോക്കാം. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ്, നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ്, അത് കഴിഞ്ഞ് പുള്ളി നല്ല ജോബിന് കയറി, നല്ല സാലറി കിട്ടുന്ന ജോബിന് കയറി, നല്ല ഫാമിലി ലൈഫ് ബിൽഡ് ചെയ്തു. ഫാമിലി ലൈഫ് കഴിഞ്ഞ് പുള്ളി ജോബ് റിസൈൻ ചെയ്തിട്ട് നല്ലൊരു സ്റ്റാർട്ടപ്പ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് എക്സ്പോണൻഷ്യലായിട്ട് ഗ്രോ ചെയ്തു. പുള്ളിക്ക് ഇനി ജീവിതത്തിൽ ഒരിക്കലും വർക്ക് ചെയ്യില്ലെങ്കിലും ബിസിനസ്സിനുള്ള റവന്യൂ കൊണ്ട് പുള്ളിക്ക് ജീവിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ പുള്ളി ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തു. ഫൈനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ആദ്യം എന്താ ഫ്രീഡം നോക്കാം. ഫ്രീഡം എന്തുവാ? ഫ്രീഡം ഒരു കോൺസെപ്റ്റാണ്, അതേപോലെ ഫീലിംഗ് കൂടിയാണ്. ഫ്രീഡം നമുക്കൊരു ഫീലിംഗും കൂടിയാണ്. ഇപ്പം നമ്മളൊരു ഇമോഷണൽ ഡയമെൻഷനിൽ നിന്ന് ആ ഒരു സക്സസ്ഫുൾ ഇൻഡിവിജ്വലിനെ നോക്കുവാണെങ്കിൽ, വെൽത്ത് ഉണ്ടെന്ന് വെച്ച് മാത്രം നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യത്തില്ല. കാരണം അതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം പുള്ളി ഒരു വലിയ മില്യണറായി, അപ്പം പുള്ളിയുടെ കമ്പനി അതുപോലെ നല്ല $1 മില്യൺ കമ്പനിയാണ്. അപ്പം പുള്ളിയുടെ എൻവയോൺമെൻറ്റ്, പുള്ളി ഇടപെടുന്ന ആളുകൾ, പുള്ളി ഡ്രീം ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് നല്ല ഇൻകം കൂടുമ്പോൾ അതനുസരിച്ചുള്ള എക്സ്പെൻസ് കൂടും. പുള്ളി ഓരോ സ്റ്റെപ്പ് മുകളിലേക്ക് കയറുമ്പോൾ പുള്ളിയെ ചുറ്റുപാടുള്ള ആളുകളുടെ ഇത് മാറും. പുള്ളി മീറ്റ് ചെയ്യുന്ന, പുള്ളി ഇടപെടുന്ന ആളുകളുടെ ഒരു വെൽത്ത് ലെവൽ വേറെ ആയിരിക്കും. പുള്ളിയെക്കാളും കൂടുതൽ വെൽത്തുള്ളവരുടെ ഇടയിൽ പുള്ളി പോകും. അപ്പോൾ പുള്ളിക്ക് അവരുടെ ലെവലിലേക്ക് പുള്ളിക്ക് എത്താൻ ഉള്ള ഒരു ആഗ്രഹം കാണും. അപ്പോൾ അത് കാരണം പുള്ളി വീണ്ടും ഫ്രീഡം എന്നൊരു കോൺസെപ്റ്റ് മറന്നിട്ട് വീണ്ടും പുള്ളി ഹാർഡ് വർക്കിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുള്ളി കുറേ റിസ്ക് ഏറ്റെടുക്കേണ്ടി വരും. അപ്പം കുറേ കമ്പനി ഗ്രോ ചെയ്യാൻ വേണ്ടി പുള്ളി വീണ്ടും കുറേ റിസ്കുകൾ എടുക്കേണ്ടി വരും. അപ്പം റിസ്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ പുള്ളി അവിടെ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. ബിസിനസ്സിൽ ഫെയിലിയർ വന്ന് അങ്ങനെ പുള്ളിയുടെ വെൽത്ത് വീണ്ടും ഇടിയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഇൻഡിവിജ്വൽ ഒരു ഹാർഡ് വർക്കർ ആയതുകൊണ്ട് പുള്ളി അവിടെ നിന്നും കമ്പനി രക്ഷിച്ച് പുള്ളി വീണ്ടും ഹാർഡ് വർക്ക് ചെയ്ത് കമ്പനി വീണ്ടും വളർത്തിക്കൊണ്ട് വരും. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് വീണ്ടും പുള്ളിയുടെ വെൽത്ത് വീണ്ടും കൂടും. പുള്ളി ഉദ്ദേശിച്ച ലെവലിൽ പുള്ളി വരും. അപ്പം ആ ലെവലിൽ പോകുമ്പോൾ പുള്ളി അതിനേലും വലിയ ലെവലിലുള്ള ആളുകളിൽ അല്ലെങ്കിൽ വേറെ ഇൻഡിവിജ്വൽസായിട്ട് പുള്ളിക്ക് മീറ്റ് ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റി വരും. അപ്പോൾ പുള്ളി വീണ്ടും അവരുടെ ലെവലിലേക്ക് എത്താൻ നോക്കും. ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ, നമ്മൾ നടന്നു കഴിഞ്ഞ് അപ്പോൾ നമുക്കൊരു ഇരുചക്ര വാഹനം കാണുമ്പോൾ നമുക്ക് അതിനോടൊരു പ്രേമം തോന്നും. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോയി നമ്മളൊരു കാറ് കാണുമ്പോൾ നമുക്ക് അത് നേടാൻ തോന്നും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു പ്രൈവറ്റ് ജെറ്റ് കാണുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ പുറകെ പോകാൻ തോന്നും. അല്ലെങ്കിൽ കൂടിയ കാർ കാണുമ്പോൾ അതിൻ്റെ പുറകെ പോകാൻ തോന്നും. അത് കഴിഞ്ഞ് പ്രൈവറ്റ് ജെറ്റ് പോകാൻ തുടങ്ങി അത് പോകാൻ തുടങ്ങും. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ. അപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റിൽ പറയുവാണെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം ഒരു ഇൻഡിവിജ്വലിന് പോസിബിൾ അല്ല. ഒരു ഹാർഡ് വർക്കിംഗ് ഇൻഡിവിജ്വലിന് ഒരിക്കലും പോസിബിൾ അല്ല. നമ്മൾ ഏത് സക്സസ്ഫുൾ ഇൻഡിവിജ്വലിനെ എടുത്ത് നോക്കിയാലും അവരുടെ ഇൻ്റർവ്യൂസ് കണ്ടാൽ അവർ പറയുന്നത് അവരുടെ ഡ്രീമിനെ ചേസ് ചെയ്തെന്നാണ്. അപ്പം അവർ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിനെ അവർ ഫോളോ ചെയ്തിട്ടല്ല, അവരുടെ ഡ്രീമിനെ ഫോളോ ചെയ്ത്, അവരുടെ പാഷനെ ഫോളോ ചെയ്ത്, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്ത് ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത്, അപ്പം ആ പ്ലാനിന് വേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്തത്. അപ്പം ദാറ്റ്സ് ഇറ്റ്.